സുപ്രഭാതം. ഇന്നത്തെ ഡയറക്ടർ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഫുട്ബോൾ നേതൃത്വത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ജിയാനി ഇൻഫാന്റിനോയ്ക്കുള്ള പിന്തുണ FA പിൻവലിച്ചതും യൂറോപ്പിൽ റെക്കോർഡ് ചൂട് തുടരുന്നതും അന്റാർട്ടിക്കയിൽ നടന്ന സാഹസികമായ ശൈത്യകാല രക്ഷാപ്രവർത്തനവുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമുക്ക് നേരെ വാർത്തകളിലേക്ക് കടക്കാം. യൂറോപ്യൻ ഫുട്ബോളിന്റെ ഭരണസമിതിയായ ഫിഫയ്ക്കെതിരായ ബഹിഷ്കരണം ഇപ്പോഴും ഒരു സാധ്യതയാണെന്ന് സ്ഥിരീകരിച്ചു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കുള്ള പിന്തുണ തുടരുമെന്ന ഫിഫയുടെ തീരുമാനത്തിന് ശേഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ്. ബുധനാഴ്ച നടന്ന യോഗത്തിനു ശേഷം നിലവിലെ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഫിഫ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ തീരുമാനം തങ്ങളുടെ ആശങ്കകളിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ലെന്ന് അറിയിച്ചു. ബിബിസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള ഭാവി ബന്ധത്തെക്കുറിച്ച് വിലയിരുത്തുന്ന തങ്ങളുടെ കർശനമായ നിലപാട് തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു സംഘടനകളും തമ്മിലുള്ള ഭരണപരമായ തർക്കങ്ങളാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം. ഫിഫയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിശ്വാസ് വോട്ടെടുപ്പ് നടന്നുവെങ്കിലും യുവേഫയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് ഫുട്ബോൾ ഭരണസമിതികൾക്കിടയിലുള്ള ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. വിവിധ അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്ത ബഹിഷ്കരണ ഭീഷണി വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളെയും ഭരണപരമായ യോഗങ്ങളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. സാഹചര്യം വിലയിരുത്തുമ്പോൾ തങ്ങളുടെ എതിർപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ അതോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ നടക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. നിലവിൽ ഫിഫയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാവുന്ന ഈ ബഹിഷ്കരണ ഭീഷണി അന്താരാഷ്ട്ര ഫുട്ബോൾ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാവിഷയമായി തുടരുന്നു. തെക്കൻ മധ്യ യൂറോപ്പിൽ തുടരുന്ന അതിശക്തമായ ഉഷ്ണതരംഗത്തെ തുടർന്ന് ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അതീവ ആരോഗ്യ ജാഗ്രത പ്രഖ്യാപിച്ചു. ഗൾഫ് ടൈംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അമിതമായ ചൂടിനെ നേരിടാൻ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചുവരികയാണ്. നീണ്ടുനിൽക്കുന്ന ഈ ഉഷ്ണതരംഗം ആരോഗ്യപരമായ വലിയ ഭീഷണികൾ ഉയർത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യൂറോപ്പിലുടനീളം സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ അയൽരാജ്യങ്ങളും ഊർജ്ജ സംരക്ഷണത്തിനായി കർശന നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹംഗറിയിൽ ദേശീയ പവർ ഗ്രിഡിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി പ്രശസ്തമായ കെട്ടിടങ്ങളിലെയും സ്മാരകങ്ങളിലെയും ലൈറ്റുകൾ അണയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചു. റൊമാനിയയിലും സമാനമായ ഊർജ്ജ സംരക്ഷണ നടപടികൾ സ്വീകരിച്ചുവരുന്നുണ്ട്. തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെ ഉപയോഗം റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നതോടെയാണ് വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ അധികൃതർ നിർബന്ധിതരായത്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഉയർന്ന മർദ്ദമുള്ള കാലാവസ്ഥാ വ്യവസ്ഥ ചൂടുള്ള വായുവിനെ തടഞ്ഞു നിർത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. സമീപഭാവിയിൽ കാര്യമായ ആശ്വാസം ലഭിക്കാനിടയില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പൊതു അടിസ്ഥാന സൗകര്യങ്ങളെയും ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഈ സാഹചര്യം നേരിടാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ ശ്രമിക്കുമ്പോൾ വേനൽക്കാലത്ത് യൂറോപ്പിലെ ഊർജ്ജ സംവിധാനങ്ങൾ നേരിടുന്ന സമ്മർദ്ദമാണ് ഈ ഉഷ്ണതരംഗം വെളിച്ചത്തുകൊണ്ടുവരുന്നത്. ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പുതിയ നേരിട്ടുള്ള വിമാന സർവീസുകൾക്കായി ഗൾഫ് എയർ ബുക്കിംഗ് ആരംഭിച്ചു. ബഹ്റൈൻ ദിസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 2026 സെപ്റ്റംബർ 29-നാണ് ബഹ്റൈന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ ഈ സർവീസുകൾ ആരംഭിക്കുന്നത്. ബഹ്റൈനും മലേഷ്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വിമാനക്കമ്പനിയുടെ ഈ തന്ത്രപരമായ വിപുലീകരണം. ഈ പുതിയ റൂട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ മികച്ച കണക്ടിവിറ്റി നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിവാര സർവീസുകളുടെ എണ്ണത്തെക്കുറിച്ചോ ഉപയോഗിക്കുന്ന വിമാനത്തെക്കുറിച്ചോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ വിമാനക്കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ബുക്കിംഗ് പോർട്ടൽ തുറന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കുള്ള തങ്ങളുടെ ശൃംഖല വിപുലീകരിക്കാനുള്ള ഗൾഫ് എയറിന്റെ തീരുമാനത്തെയാണ് വ്യക്തമാക്കുന്നത്. ഗൾഫ് മേഖലയ്ക്കും ദൂരസ്ഥലങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ബഹ്റൈനെ ഒരു പ്രധാന ട്രാൻസിറ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ സർവീസ് എന്ന് വ്യവസായ വിദഗ്ധർ വിലയിരുത്തുന്നു. സെപ്റ്റംബറിലെ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെക്കുറിച്ചും പ്രൊമോഷണൽ നിരക്കുകളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ആഴ്ചകളിൽ വിമാനക്കമ്പനി പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. അമേരിക്കയിൽ ജനനത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ബിബിസി റിപ്പോർട്ട് പ്രകാരം ബർത്ത് ടൂറിസം എന്നറിയപ്പെടുന്ന രീതി ഔദ്യോഗികമായി നിരോധിക്കാനും ജനനസമയത്ത് ഓട്ടോമാറ്റിക് പൗരത്വത്തിന് അർഹതയില്ലാത്ത കുട്ടികളെ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കാനുമാണ് ഈ ഉത്തരവുകൾ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന ഭരണഘടനയുടെ 14 ഭേദഗതിയുടെ വ്യാഖ്യാനത്തെ വെല്ലുവിളിക്കുന്നതാണ് ഈ പുതിയ നീക്കം.
അമേരിക്കൻ പൗരന്മാരോ സ്ഥിര താമസക്കാരോ അല്ലാത്ത മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് പൗരത്വം ലഭിക്കുന്നത് തടയുന്നതിലൂടെ ഇതിന്റെ വ്യാപ്തി കുറയ്ക്കാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കും കോടതി വിധികൾക്കും വിരുദ്ധമായതിനാൽ ഈ ഉത്തരവുകൾ ഫെഡറൽ കോടതികളിൽ വലിയ നിയമപോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുടിയേറ്റ സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനും നിലവിലെ നയങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാനുമാണ് ഈ മാറ്റങ്ങളെന്ന് ഭരണകൂടം അവകാശപ്പെടുന്നു. കുടിയേറ്റ പരിഷ്കരണത്തെക്കുറിച്ചും പൗരത്വത്തിന്റെ ഭരണഘടനാപരമായ നിർവചനത്തെക്കുറിച്ചുമുള്ള ദേശീയ ചർച്ചകളിൽ ഈ വിഷയം ഇപ്പോൾ പ്രധാന ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. ടെഡ്റിന് വേണ്ടി റിപ്പോർട്ട്. അമേരിക്കയുടെ പക്കൽ നിലവിൽ വൻതോതിൽ ആയുധശേഖരമുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായ അടിത്തറയെക്കുറിച്ച് സംസാരിക്കവെ ആയുധക്കരുതൽ ശേഖരത്തിന്റെ കാര്യത്തിൽ രാജ്യം സുരക്ഷിതമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കൂടുതൽ പുതിയ ഫാക്ടറികളും ഉൽപ്പാദന കേന്ദ്രങ്ങളും ഇപ്പോൾ നിർമ്മാണത്തിലാണെന്നും ആഭ്യന്തര പ്രതിരോധ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പാദനശേഷി സജീവമായി വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങൾക്കിടയിൽ ആഭ്യന്തര സൈനിക ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെയാണ് ഈ പ്രസ്താവനകൾ എടുത്തുകാണിക്കുന്നതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസ് സൈന്യത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഈ നീക്കം. വ്യവസായ രംഗത്തെ ഈ വികസനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രസിഡന്റ് ഊന്നൽ നൽകുമ്പോൾ നിലവിലെ പ്രവർത്തന ആവശ്യങ്ങളും ഭാവിയിലെ തന്ത്രപരമായ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സൗകര്യങ്ങൾ വേഗത്തിൽ വിപുലീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രതിരോധ ഉൽപ്പാദനത്തിൽ ആഭ്യന്തര സ്വയംപര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ ഈ നിക്ഷേപമെന്ന് വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പുതിയ ഉൽപ്പാദന ലൈനുകൾ പ്രവർത്തനസജ്ജമാകുന്നതോടെ ദേശീയ പ്രതിരോധ ലക്ഷ്യങ്ങൾക്കും അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾക്കും ആവശ്യമായ ആയുധങ്ങളുടെ അളവിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. ടെഡ്റിന് വേണ്ടി റിപ്പോർട്ട്. മെറ്റയ്ക്ക് വീണ്ടും വൻപിഴ. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുടെ പേരിൽ $567 ദശലക്ഷം അധിക പിഴയാണ് മെറ്റയ്ക്ക് ഒടുക്കേണ്ടി വരിക. സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയ്ക്കെതിരെ ചുമത്തപ്പെടുന്ന ഏറ്റവും വലിയ പിഴയാണിത്. ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നേരത്തെ ചുമത്തിയ $375 ദശലക്ഷം പുറമെയാണ് ഈ പുതിയ തുക. ഇതോടെ ഈ കേസിൽ കമ്പനി നൽകേണ്ട ആകെ പിഴ $942 ദശലക്ഷം ഉയർന്നു. തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രായപൂർത്തിയാകാത്തവരുടെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിലും അപകടകരമായ ഉള്ളടക്കങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിലും മെറ്റ പരാജയപ്പെട്ടുവെന്നാണ് പ്രധാന ആരോപണം. നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റാൻ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ കമ്പനിക്കെതിരായ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളിലും മാതാപിതാക്കൾക്കുള്ള നിയന്ത്രണങ്ങളിലും വലിയ നിക്ഷേപമാണ് നടത്തുന്നതെന്ന് മെറ്റ ആവർത്തിക്കുമ്പോഴും ഈ റെക്കോർഡ് പിഴ സോഷ്യൽ മീഡിയ കമ്പനികളുടെ വീഴ്ചകൾക്കെതിരെ ആഗോളതലത്തിൽ ഉയരുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. വിധിയെക്കുറിച്ച് പഠിച്ചുവരികയാണെന്നും തുടർനടപടികൾ ഉടൻ തീരുമാനിക്കുമെന്നും മെറ്റ അറിയിച്ചു. ഡിജിറ്റൽ ലോകം മാറിക്കൊണ്ടിരിക്കെ പ്രായം കുറഞ്ഞ ഉപയോക്താക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വൻകിട സാങ്കേതിക കമ്പനികളെ എങ്ങനെ ഉത്തരവാദിത്തമുള്ളവരാക്കാം എന്നതിലേക്കുള്ള ഒരു പ്രധാന മാതൃകയായി ഈ കേസ് മാറുകയാണ്. ടെഡ്റിന് വേണ്ടി. അന്റാർട്ടിക്കയിലെ അതികഠിനമായ ശൈത്യകാല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഓസ്ട്രേലിയൻ ഏവിയേഷൻ സംഘം നിർണായകമായ ഒരു മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. മക്മുർഡോ സ്റ്റേഷനിലേക്കുള്ള ഈ യാത്രയിൽ -43°C തണുപ്പിലും പൂർണ്ണമായ ഇരുട്ടിലുമാണ് വിമാനം ലാൻഡ് ചെയ്തെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഒരു രോഗിയെ രക്ഷപ്പെടുത്താനാണ് ഈ ദൗത്യം സംഘടിപ്പിച്ചത്. പകൽ വെളിച്ചമില്ലാത്തതും അതീവ അപകടകരവുമായ ത്രോ പ്രദേശത്തെ കാലാവസ്ഥ ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരുന്നു. കഠിനമായ തണുപ്പും കാഴ്ചാപരിമിതിയും കാരണം അന്റാർട്ടിക്കയിലെ ശൈത്യകാലത്ത് ഇത്തരം വിമാനയാത്രകൾ വളരെ അപൂർവമാണെന്ന് ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേക ഉപകരണങ്ങളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചാണ് മഞ്ഞുവീണ റൺവേയിൽ വിമാനം സുരക്ഷിതമായി ഇറക്കാനും രോഗിയുമായി തിരികെ മടങ്ങാനും സംഘത്തിന് സാധിച്ചത്. ദൗത്യം വിജയകരമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. രോഗി ഇപ്പോൾ വിദഗ്ധ ചികിത്സയിൽ തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തിൽ ഗവേഷണത്തിലേർപ്പെട്ടിരിക്കുന്ന സംഘങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്കാണ് ഈ രക്ഷാപ്രവർത്തനം വിരൽ ചൂണ്ടുന്നത്. ടെഡ്റിന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇന്നത്തെ ആഗോള സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിശ്വസനീയമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ടെഡ്റിന് സത്യം മാത്രം ആദ്യം.